മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. എന്നെ അബ്യൂസ് ചെയ്ത പയ്യനെ പോലും എന്നെ 12 വയസ്സിൽ അബ്യൂസ് ചെയ്ത പയ്യനോട് ഞാൻ ക്ഷമിച്ചാണ്. ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു ഞാൻ. ക്രിക്കറ്റ് ഭ്രാന്തനായി. ടെണ്ടുൽക്കറെ പോലെ ക്രിക്കറ്ററാൻ പറഞ്ഞ് നടന്നു പാട്ടിയാണ്. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. ആ സമയത്ത് കളി കാണാൻ വേണ്ടി ഒരു കേബിൾ ടിവിയിൽ പോയതാണ്. എനിക്കത് ഇതൊന്നും അറിയില്ലേ. അവൻ എന്നെ വേറില്ല. ഈ ഓപ്പോസിറ്റ് ആളാണ്. അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. 12 വയസ്സിൽ ഞാൻ അബ്യൂസ് ആയിട്ടുണ്ട്. ഒരു പയ്യൻ എന്നെ അബ്യൂസ് ചെയ്താണ്. അവനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോ ഞാൻ 2 തെറി വിളിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇതുവരെ കഴിഞ്ഞില്ലേ? അവൻ എന്നോ എന്ന് പറഞ്ഞു, സോറി ഞാൻ ശരിയല്ല, ഇപ്പൊ ഞാൻ നല്ല ലൈഫ് ലീഡ് ചെയ്യുന്ന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമിക്കുകയും ചെയ്ത. അങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിൽ ആണും പെണ്ണുമല്ലാതെ ജീവിക്കുന്നവന്മാരെ ഏതോ ഒരു നമ്പർ ഇട്ട് വിളിക്കാറില്ലേ? ഇല്ലേ പാപ്പുട്ടിക്ക? ഇപ്പൊ കേരളത്തിന്റെ ഒരു ട്രഡീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ഒരു 25, 26, 27 വയസ്സ് മുമ്പിൽ കല്യാണം കഴിക്കാറുണ്ട്. സന്തോഷേട്ടന് ഇപ്പൊ ഏകദേശം 40 വയസ്സിന്റെ അപ്പൊ ആ ഒരു പ്രായത്തില് വിവാഹാലോചന അല്ലെങ്കിൽ വിവാഹം കഴിക്കണം എന്നുള്ളൊരു ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ലേ? അല്ലെ, എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല, അവർക്ക് ഇങ്ങോട്ട് തോന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ലവ് മാരേജ് താല്പര്യം. ഞാൻ പറഞ്ഞു എനിക്ക് ലവ് മാരേജ് അറേഞ്ച് മാരേജ് താല്പര്യമില്ല. ഇനി കല്യാണം നടക്കില്ല. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? എനിക്ക് വേണ്ടി ആരും കല്യാണം ആലോചിക്കില്ല. ചേത്താൻ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. പൊട്ടനെന്ന് പറഞ്ഞു കുറെ ഇൻസൾട്ട് ചെയ്തു. പറഞ്ഞു പോയി സത്യം തന്നെയാണ്. പെരേരെ കൊച്ചാണെങ്കിൽ പറഞ്ഞു പോയി സത്യങ്ങൾ തന്നെയാണ്. സന്തോഷയുടെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണോ? അതായത് വിവാഹം കഴിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം, അല്ലെങ്കിൽ ഇപ്പൊ കള്ളവെടിക്ക് വെക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യത്തിനേ ഉള്ളൂ. ഞാൻ പ്ലേ ബോയും അല്ല ചണ്ടനും അല്ല, അതിന്റെ ഇടയിലാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.